CapCut എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കാണുമ്പോഴത്തേക്ക് ചിലർ പറയുന്നതായിരിക്കും എനിക്ക് ഈ സംഭവം ഓൾറെഡി അറിയാം, ഞാൻ ഈ സംഭവം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ വീട്ടമ്മമാരുടെ CapCut യൂസ് ചെയ്ത് ഒന്നും അവിടുത്തെ പേര്, അതായത് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, അങ്ങനെ ഒരു അത്യാവശ്യം ഒരു ടൂൾസിനെ പറ്റി നമ്മുടെ ഫ്രണ്ട്സിന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ അല്ലാത്ത ഫ്രണ്ട്സാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് അറിയണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, അറിയാമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നിങ്ങൾ പൊക്കി. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമന്റ് ആകുന്ന ഹൈപ്പ് പോയിന്റ്സുകളെ തരിക, അത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ആക്കേണ്ട മറക്കണ്ട. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. ഏറ്റവും കാണാൻ പറയുന്നുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാവുന്നതായിരിക്കും. ആൻഡ് ബണ്ടിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബണ്ടിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടതുണ്ടെങ്കിൽ രണ്ട് ആപ്ലിക്കേഷനാണ്. ഒന്ന് നമ്മുടെ CapCut ആവശ്യമാണ്, രണ്ട് നമ്മുടെ Proton VPN ആവശ്യമാണ്. ഓക്കെ, സോ Proton VPN നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഒരു കണ്ടന്റിലേക്ക് കടക്കാം. ഓക്കെ, സോ CapCut കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നവർ ജസ്റ്റ് എന്താണ് അവരുടെ പെർമിഷൻസ് ഒക്കെ ജസ്റ്റ് അലവും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ബട്ട് ചിലർക്ക് നമ്മുടെ വേർഷൻസും കാര്യങ്ങളൊക്കെ മാറുമ്പോഴത്തേക്ക് നമ്മൾ പരിചയപ്പെടുത്തി തരുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയി തോന്നുന്നതായിരിക്കും. ഓക്കെ, സോ ഒരു 90% അല്ലെങ്കിൽ 80% ആൾക്കാർക്കും സെയിം തന്നെയായിരിക്കും, ഞാൻ അതിനെ പറയാണ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണാൻ പറ്റും ന്യൂ പ്രോജക്റ്റ്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ വീഡിയോസും കാണാൻ പറ്റുന്നതായിരിക്കും. തൊട്ടപ്പുറത്ത് ഫോട്ടോസും കാണാൻ പറ്റുന്നതായിരിക്കും, അതായത് നിങ്ങളുടെ എല്ലാ ഫോട്ടോസും കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഫസ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫ്രണ്ടിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ വീഡിയോ ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും. അതുപോലെ ഏറ്റവും താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ വേറെ കുറേ പല ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് ടൂൾസ്. ഓക്കെ, അതായത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും താഴെ കിടക്കുന്ന കുറേ സംഭവം. ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നില്ല, അതാണ് നമുക്ക് വീഡിയോ യൂസ് ചെയ്യാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ആവുന്ന കുറേ സംഭവങ്ങളാണ്. അപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് നമ്മുടെ മ്യൂട്ട് ക്ലിപ്പുണ്ട്, അതും വേറെ കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വീഡിയോ ഇവിടെ ആഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റേഷ്യോ സെറ്റ് ആക്കാനുള്ളത്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലാണെങ്കിൽ നിങ്ങൾക്ക് ഈ റേഷ്യോ മതി. പക്ഷേ നിങ്ങൾ യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ ഈ റേഷ്യോ പോരാ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ടൂൾസ് ഉണ്ടല്ലോ, ഏറ്റവും അതായത് റൈറ്റ് സൈഡിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ആസ്പെക്ട് റേഷ്യോ. ഓക്കെ, ASPECT കാണാൻ പറ്റും ആസ്പെക്ട് റേഷ്യോ. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും എല്ലാ റേഷ്യോവും ഇവിടെ വിസിബിൾ ആവുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 9:16 ആണ് നമ്മുടെ റീല്, അതായത് ഇൻസ്റ്റാഗ്രാം റീല്, യൂട്യൂബ് ഷോർട്സ് ഒക്കെ 9:16 ആണ്. പിന്നെ 16:9 ആണ് നമ്മുടെ യൂട്യൂബിൻ്റെ, അതായത് യൂട്യൂബ് വീഡിയോൻ്റെ റേഷ്യോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. പക്ഷേ ഇവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ആക്കുന്നത് ഒന്ന് നമ്മുടെ യൂട്യൂബിനായിട്ട് 16:9 നമ്മൾ യൂസ് ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഷോർട്സിനായിട്ട് 9:16 യൂസ് ആക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ എന്താണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യണം, അതിന് ശേഷം ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതാ നമുക്ക് ആ ഒരു യൂട്യൂബിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ നോക്കണമെങ്കിൽ ഷോർട്സ് നടക്കുന്നത് ഇതെങ്ങനെ നമുക്ക് സെറ്റ് ആക്കാനായിട്ട് പറ്റും. അത് സിമ്പിളാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് തൊട്ടാൽ മതി, അവിടെ നിന്ന് തൊട്ടാൽ മതി. അപ്പോൾ നമ്മുടെ താഴെ ടൂൾസ് മാറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന റാൻഡമുള്ള ഓപ്ഷൻ, അതായത് നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഓട്ടോമാറ്റിക് ക്ലിക്ക് ആവുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഓഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് പാട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതിലൊക്കെ ഞാൻ വരാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. സ്പ്ലിറ്റ് കാണാൻ പറ്റും, സ്പീഡ് കാണാൻ പറ്റും, അങ്ങനെ പല ഓപ്ഷൻസ് കാണാൻ പറ്റും. സോ ഇതെങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൻ്റെ ആ ഒരു റേഷ്യോയിലോട്ട് ഈ ഒരു വീഡിയോ കൊണ്ടുവരാൻ നോക്കാം. സോ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രാൻസ്ഫോം, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ കാണാൻ പറ്റും റീസൈസ്. ഓക്കെ, നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. റീസൈസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റേഷ്യോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടതാണ് യൂട്യൂബിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ കാണാം 16:9. ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സൂം ചെയ്ത് കാണാൻ പറ്റും. ജസ്റ്റ് എന്താണ് സൂം ഔട്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് ഏത് പാർട്ടാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ കറക്റ്റ് എന്താണ് 16:9 ആണെങ്കിൽ കറക്റ്റ് ഫിറ്റ് ആവുന്നതായിരിക്കും. പക്ഷേ എൻ്റെ ആ ഒരു ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ആക്കിയത്. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോ ഇങ്ങനെ കൺവേർട്ട് ആക്കാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ആ ഒരു വീഡിയോ ആ ഒരു ഷോർട്സ് വീഡിയോ നമുക്ക് വീഡിയോ സ്റ്റൈൽ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് സിമ്പിൾ മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ആ ഒരു റേഷ്യോ നിങ്ങൾ പഠിച്ചല്ലോ ഇപ്പം. അപ്പം ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എങ്ങനെ നമുക്കിനി കട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ,
സോ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതാ ഈ ഒരു സംഭവം ഇങ്ങനെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വീഡിയോയുടെ ലെന്ത് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അല്ലാതെയും കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സ്പ്ലിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കട്ടാവുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ കട്ട് ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഓരോ പാർട്ട് കുത്തിക്കയറ്റാൻ പറ്റുന്നതായിരിക്കും. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എനിക്കൊരു പാർട്ടായിട്ടുണ്ട്. അതിനുശേഷം പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വേറൊരു സംഭവം ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറൊരു സംഭവം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സൂമൊക്കെ ചെയ്യാം കേട്ടോ. സോ അതൊക്കെ വേറെ ഓപ്ഷൻസ് ആണ്, സൂമൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു സംഭവം ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പല സംഭവം ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഒരു സംഭവം ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അങ്ങനെ പല സംഭവം കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് റേഷ്യോ പഠിച്ചിട്ടുണ്ട്, എങ്ങനെ നമുക്ക് വീഡിയോ എടുത്ത് ആഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് സ്പ്ലിറ്റ് ഓപ്ഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഇനി വേറെ കുറേ ഓപ്ഷൻസ് നിങ്ങൾ ബേസിക്കായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എഡിറ്റ് ഓപ്ഷനാണ്. എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ, അതായത് ഇപ്പോൾ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് എന്തൊക്കെ എഡിറ്റ് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് സ്പ്ലിറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചതാണ്. ഓക്കെ, രണ്ടാമത്തത് സ്പീഡാണ്. ഇപ്പം നിങ്ങളുടെ വീഡിയോ വളരെ ലെന്താണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് സ്പീഡ് കൂട്ടാനായിട്ട് പറ്റുന്നതായിരിക്കും. അതായത് നമുക്ക് സ്പീഡ് കൂട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലെന്ത് കുറയുന്ന കാണാൻ പറ്റും. സ്പീഡ് എത്രമാത്രം കൂട്ടുന്നുണ്ട് അത്രയും മാത്രം ലെന്ത് കുറയുന്ന കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ തന്നെ കാണാനില്ല. ഇപ്പോൾ ഏറ്റവും ഞാൻ സ്പീഡ് കുറയ്ക്കും തോറും ആ വീഡിയോ ലെന്ത് കൂടുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ സംഭവം റണ്ണായി കാണിച്ചു തരാം. കണ്ട, വളരെ ലാഗ് അടിച്ചാണ് റണ്ണാവുന്നത്. ബട്ട് ഞാനിപ്പോൾ സ്പീഡായി കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, ഏറ്റവും സ്പീഡാണ് റണ്ണാവുന്നത്. ഓക്കെ, സോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റുന്നത്. പക്ഷേ നമുക്കെപ്പോഴും ആ ഒരു പെർഫെക്റ്റ് ആയുള്ളത് ഒന്നാണ്. സോ ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങളുടെ ഇഷ്ടം എന്താണ് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ടൈം ലെന്ത് കുറച്ചാൽ ഇവിടെ കാണാൻ ഒരു പയ്യെ പോകുന്നത്, ലെന്ത് കൂട്ടിയാൽ ഇവിടെ കാണാൻ ഒരു സ്പീഡിന് പോകുന്നത്. ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, അത് ബേസിക്കുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നോർമലാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനിമേഷനാണ്. ഓക്കെ, സോ ആനിമേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വീഡിയോ വരുമ്പം ഒന്ന് അടിപൊളിയായിട്ട് വരണം. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ആനിമേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് ലോഡായതിനു ശേഷം ഇവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. പല ആനിമേഷൻസ് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ VPN കണക്ട് ആക്കിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ചിലർക്ക് ഡൗൺലോഡ് ആക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചത് എന്തായാലും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്ന് VPN കണക്ട് ആക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആനിമേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ആനിമേഷൻസ് ഇവിടെ കാണാൻ പറ്റും. താഴെ സ്ക്രോൾ തോറും നിങ്ങൾക്ക് ഒരുപാട് ആനിമേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാടുണ്ട്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ഏത് വേർഷനാണെങ്കിലും നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ പറ്റുന്നതായിരിക്കും ക്യാപ് കട്ടൊക്കെ യൂസ് ചെയ്ത്. ഓക്കെ, ക്യാപ് കട്ട് നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ കാണാൻ പറ്റും. ഇതാ വീഡിയോ തുടങ്ങുമ്പോൾ ഒരുമാതിരി കുലുങ്ങണ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെ ഒരു ആനിമേഷനാണ്. അപ്പോൾ ഞാൻ വേറെ ആനിമേഷൻ ആടായി കാണിച്ചു തരാം. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇത് കണ്ട വേറൊരു കുലുക്കമാണ്. പിന്നെ ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ട് ആനിമേഷൻ കാണാൻ പറ്റും. നിങ്ങളുടെ വീഡിയോ എത്രമാത്രം ഒരു ഇമ്പ്രസീവ് ആയിരിക്കണം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റും. അസ്ഥി കൂടൊക്കെ ഒന്ന് ഇട്ടിട്ട് പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് പല ആനിമേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ആണെങ്കിൽ റൈറ്റിലോട്ട് വരുന്ന കാണാൻ പറ്റും. ഇത് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് വരുന്ന കാണാൻ പറ്റും. അങ്ങനെ പല സംഭവങ്ങൾ കാണാൻ പറ്റും. ആ വീഡിയോ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വീഡിയോ എൻഡ് ആകുമ്പോഴും ഒരു ആനിമേഷൻ വയ്ക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് കാണാൻ പറ്റും ആനിമേഷൻ. ഇവിടെ കാണാം ഇന്ന് ഔട്ട് കോംബോ. ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് തുടങ്ങാനുള്ള ആനിമേഷനാണ്. ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എൻഡ് ആകുമ്പം ഒരു അടിപൊളി ആനിമേഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ വീഡിയോ എൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് മാഞ്ഞു പോകുന്നതെന്ന് തോന്നുമല്ലോ. സോ അതൊക്കെയാണ് നമുക്ക് ഔട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഞാൻ ഈ ഒരു എഫക്റ്റ് ഇട്ടാലും കാണാൻ പറ്റും. കണ്ട, വീഡിയോ തീരുമ്പം അങ്ങനെ പോയിട്ടുണ്ട്. ഈ ഒരു എഫക്റ്റ് ഇട്ടാൽ വീഡിയോ തീരുമ്പം ഇതുപോലെ അങ്ങ് പോകും. ഓക്കെ, കണ്ട, ആ ഒരു എൻഡ് രൂപത്തിൽ അങ്ങ് പോകും. പിന്നെ വേറെ ഈ ഒരു കോംബോ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇന്നാണ് ഇട്ടത്, ഞാൻ മാറ്റിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഈ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ ഒരു ആനിമേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആനിമേഷൻ എനിക്ക് വേണ്ട. ജസ്റ്റ് നൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഒരു ആനിമേഷൻ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ കോംബോ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരുപോലെ വരും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സിമ്പിൾ നിങ്ങൾക്ക് ഡൗട്ട് വരായിരിക്കും വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് സ്റ്റാർട്ടിങ് എൻഡിങ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മുടെ കോംബോയിൽ സൂം 1 ആണ്. ഓക്കെ, സൂം 1 ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും. കണ്ട, നമ്മൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ് കാണാൻ പറ്റും. സ്റ്റാർട്ടിങ് അതുപോലെ എൻഡിങ്, സ്റ്റാർട്ടിങ് എൻഡിങ്. ഓക്കെ, ഇത് വന്നാൽ ഞാൻ നേരെ സ്പ്ലിറ്റ് ആക്കിക്കൊണ്ടാണ്. നിങ്ങൾ ഫുള്ളായിട്ട് ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഫുള്ളായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് വരും എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ആക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഫുള്ളായി ഇപ്പോൾ കാണിച്ചു തരാം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് ആനിമേഷനൊക്കെ ഒന്ന് മാറ്റാം. അതിനുശേഷം ഔട്ട് പോയിട്ട് നിങ്ങൾക്ക് ആനിമേഷനൊക്കെ മാറ്റാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് നമുക്ക് എന്താണ് ആ ഒരു സൂം ഇൻ സൂം ഔട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ കാണാം കോംബോ ഓപ്ഷൻ. നിങ്ങൾക്ക്
ഏതും സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൂം 1 ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിനൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഇന്നിൽ കയറിയതിന് ശേഷം ഒരു അടിപൊളിയായിട്ടുള്ള ആനിമേഷൻ ഇട്ടിട്ട് ഔട്ടിൽ പോയതിനു ശേഷം ഒരു എൻഡിങ് സ്ക്രീൻ കൊടുക്കും. ഓക്കെ, സോ അതാണ് നമ്മളിതിനകത്ത് മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ റീലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കോമ്പോ ചെയ്തതിന് ശേഷം നമ്മളിത് എങ്ങനെ കൊടുക്കാറുണ്ട്. ഓക്കെ, സോ എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ വീഡിയോ ലാസ്റ്റ് ആകുമ്പോൾ ഒരുമാതിരി സൂം ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ പല ആനിമേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്കിപ്പം സ്റ്റാർട്ടിങ് ചെയ്യാൻ നേരത്ത് ഇതൊക്കെ എനിക്ക് വേണ്ട. ഓക്കെ, സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു വിറയ്ക്കണ സംഭവം കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഡൗൺലോഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതായത് നമുക്ക് എൻഡിൽ പോയതിന് ശേഷം നമ്മുടെ ഒരു ഫെയ്ഡ് ഔട്ട് ഉണ്ട്. ഓക്കെ, ഫെയ്ഡ് ഔട്ട് കാണാൻ പറ്റും. അതായത് ഓട്ടോമാറ്റിക് അണഞ്ഞു ഇപ്പോൾ കാണാൻ പറ്റും. സ്റ്റാർട്ടിങ് എൻഡിങ് ഒരുമാതിരി അണഞ്ഞു പോകുന്നില്ല കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആനിമേഷൻ്റെ കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് എഫക്റ്റ് ഉണ്ട്. അതായത് ഈ ഒരു വീഡിയോയ്ക്ക് എനിക്ക് ഒരു തിളക്കം കൂട്ടണം. അതിനൊക്കെ നമുക്ക് എഫക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് എഫക്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ കാണാം വീഡിയോ എഫക്റ്റ്, ബോഡി എഫക്റ്റ്, സ്റ്റൈല്. ഞാൻ വീഡിയോ എഫക്റ്റ് മാത്രം നിങ്ങൾക്ക് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, വീഡിയോ എഫക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എഫക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഷെയ്ക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ വീഡിയോ കുലുങ്ങുന്നതായിരിക്കും. ഓക്കെ, ഫുള്ള് വീഡിയോ കുലുങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും മിനി സൂം എന്ന് വെച്ചാൽ വീഡിയോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകണം കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. അതിനുശേഷം ജസ്റ്റ് വിഗിനേറ്റ് എന്നൊരു എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ മിക്ക എൻ്റെ വീഡിയോയിൽ യൂസ് ആക്കുന്നത്. അതായത് കുറച്ച് ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ നടക്കും. ഓക്കെ, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലർ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തൊക്കെ നിങ്ങൾ വീഡിയോ ബ്ലർ ആക്കണമെങ്കിൽ ഈ ഒരു ബ്ലർ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലർ ഓപ്ഷൻ. ഓക്കെ, ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മോഷൻ ബ്ലർ, ഡൈനാമിക് ബ്ലർ, അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട്. ബ്ലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ബ്ലറായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ബ്ലറിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങൾക്ക് കൂടുതലാക്കാൻ പറ്റും ബ്ലർ. ഇപ്പോൾ എൻ്റെ വീഡിയോ കുറച്ചുള്ള ബ്ലറാണ്. ഇപ്പം ഞാൻ ഈ ബ്ലറിൽ ഈ ഒരു സംഭവം ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ടാൽ നമുക്ക് ബ്ലർ നല്ല ബ്ലറാവുന്നതായിരിക്കും. ഇൻറ്റൻസിറ്റി കുറച്ചാൽ ഒരു ബ്ലറിൻ്റെ എഫക്റ്റ് കുറയുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ എഫക്റ്റിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഒരുപാട് എഫക്റ്റ് എടുക്കാൻ പറ്റും. അതിൽ മണ്ടേ സെർച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് നമ്മുടെ ആ ഒരു ഓപ്ഷൻ. പിന്നെ നമുക്ക് ഡിലീറ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിലീറ്റ് ആകുമ്പോൾ വീഡിയോ പോകുന്നതായിരിക്കും. പിന്നെ എനിക്ക് വീഡിയോ തിരിച്ചു വേണം. അതായത് നമ്മളിപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയല്ലോ, എനിക്ക് വീഡിയോ തിരിച്ചു വേണം. അതിൻ്റെ നമ്മൾ പ്ലസ് ഓപ്ഷനിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ചിഹ്നം അൺഡു ഉണ്ട്, റെഡോ ഉണ്ട്. ജസ്റ്റ് അൺഡു എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡിലീറ്റ് ആയ ഓപ്ഷന് കിട്ടുന്നതായിരിക്കും. റെഡോ ആയാൽ എന്താണ് ഇപ്പോൾ ഞാൻ ആ ഡിലീറ്റ് ആക്കിയ വീഡിയോ വീണ്ടും പോകുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് അൺഡു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ആക്കിയത് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ അടുത്ത് ഞാൻ എന്താണ് ഡിലീറ്റ് ആക്കിയത് അതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇതിപ്പോൾ ഒന്ന് സ്പ്ലിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി സ്പ്ലിറ്റ് ഓപ്ഷൻ വേണ്ട. ജസ്റ്റ് ഞാൻ അൺഡു ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ സ്പ്ലിറ്റ് ഓപ്ഷൻ പോകുന്നതായിരിക്കും. റെഡോ ക്ലിക്ക് ചെയ്താൽ വീണ്ടും സ്പ്ലിറ്റ് ഓപ്ഷൻ വരുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. പിന്നെ നിങ്ങൾക്ക് എൻഹാൻസ് വോയിസ് ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞെങ്കിൽ ഇല്ലെങ്കിൽ കുറേ അധികം മനസ്സിലാവില്ല. ഇതൊക്കെ ഇങ്ങോട്ട് പോകുന്നതൊക്കെ വോയിസ് ആണ്. ഓക്കെ, ഇത് വോയിസിൻ്റെതാണ്. എൻഹാൻസ് വോയിസ്, ഐസൊലേറ്റ് വോയിസ്, അതൊക്കെ വോയിസ് ആണ്. പിന്നെ റീടച്ച് എന്ന് പറഞ്ഞില്ല. പിന്നെ കാണാൻ പറ്റും റിമൂവ് BG. അതായത് നിങ്ങൾക്ക് ഒരു പിക്ചർ ഉണ്ടെങ്കിൽ ആ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റിമൂവ് BG യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വോളിയം ഉണ്ട്. നിങ്ങളുടെ വീഡിയോയ്ക്ക് എത്രമാത്രം സൗണ്ട് വേണം അത് നിങ്ങൾക്ക് കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. പിന്നെ മെയിനായിട്ട് വരുന്നത് വേറെ ഒരുപാട് വരുന്നില്ല. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ 2 വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ 2 ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അൺഡു അടിച്ചാൽ അത് പോകുന്നതായിരിക്കും. അങ്ങനെ വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അഡ്ജസ്റ്റ്. ഓക്കെ, സോ അഡ്ജസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോയുടെ നിറം മാറ്റാൻ പറ്റും. അതിൽ പല എഫക്റ്റ് മാറ്റാൻ പറ്റും. ഇവിടെ കാണാം ബ്രൈറ്റ്നസ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടൽ വീഡിയോ തിളക്കം കൂടുന്നതായിരിക്കും. കുറച്ച് വീഡിയോ തിളക്കം കുറയുന്നതായിരിക്കും. ഓക്കെ, പിന്നെ റീസെറ്റ് ഉണ്ട്. റീസെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് പഴയപടി ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, റീസെറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാം പഴയപടി ആവുന്നതായിരിക്കും. അതിനുശേഷം കോൺട്രാസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റി തിരിച്ചൊക്കെ നിങ്ങൾക്ക് ഈ ടൂളൊക്കെ എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ, അതായത് CapCut എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് മാറ്റി തിരിച്ച് നോക്കാം. നിങ്ങൾക്കൊന്ന് കളിച്ച് നോക്കുമ്പോൾ എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, പിന്നെ സാച്ചുറേഷൻ ഉണ്ട്. സാച്ചുറേഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആവുന്നതായിരിക്കും. സാച്ചുറേഷൻ കൂട്ടിയാൽ തിളങ്ങുന്നതായിരിക്കും. ഓക്കെ, എല്ലാത്തിനും പല എഫക്റ്റ് ഉണ്ട്. പിന്നെ ബ്രില്യൻസ്, ഷാർപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഷാർപ്പ് ആവുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ക്ലാരിറ്റി ഉണ്ട്. ക്ലാരിറ്റി കൂടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ വിഗ്നേറ്റ് ഈ ഒരു എഫക്റ്റും ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ബ്ലാക്കിഷ് ആവുന്നതായിരിക്കും കാണാൻ പറ്റും. ഓക്കെ, സെൻറ്റർ മാത്രം ഒരുമാതിരി വൈറ്റ് ആയിട്ട് ബാക്കിയെല്ലാം ബ്ലാക്ക് ആവുന്നതായിരിക്കും. അങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഓവർലേ ഉണ്ട്. അതായത് ഈ ഒരു വീഡിയോ വരെ പെറുത്ത് എനിക്കൊരു വേറെ വീഡിയോ വേണം. അതായത് ഇവിടെ കാണാൻ പറ്റും ഓവർലേ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആഡ് ഓവർലേ ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ പെറുത്തൊരു വീഡിയോ വേണം. ജസ്റ്റ് ഞാൻ എൻ്റെ ഉള്ള വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ആ വീഡിയോ പെറുത്ത് കൊണ്ടുവരാൻ പറ്റും. കണ്ട, ഇതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എത്ര വീഡിയോയിലും കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഓവർലേ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്ര വീഡിയോ വേണം അതിങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. കണ്ട, ഇങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഓവർലേ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുക. സിമ്പിളാണ്. കണ്ട, ഇങ്ങനെ വരുന്നതായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് പെർത്തിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സിമ്പിളും കാര്യങ്ങളൊക്കെയാണ്. ഡിലീറ്റ് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക.
സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താണ് ഞാനിപ്പോൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഒരു 50 അല്ലെങ്കിൽ 60% മനസ്സിലാവുള്ളൂ. പക്ഷേ നിങ്ങളൊരു ആപ്ലിക്കേഷൻ എടുത്ത് എല്ലാ നിങ്ങളുടെ ഓപ്ഷനും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് പിന്നെ വേറെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഓഡിയോ എഫക്റ്റൊക്കെ നമുക്കിനി വോയിസ് ചെയ്യുമ്പോഴാണ് ഇനി ഓഡിയോ എഫക്റ്റൊക്കെ പ്രത്യേകിച്ച് ഇടുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ആക്കിയിട്ടുള്ളത് എങ്ങനെ നമുക്ക് വീഡിയോ ആഡാക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എന്തൊക്കെ വേണം ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് എനിക്കിത് വേണ്ട ഡീറ്റെയിൽ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് നമുക്ക് സ്പ്ലിറ്റ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആനിമേഷൻ ഉണ്ട്. ആനിമേഷൻ കാണാൻ പറ്റും. ഈ ഒരു ആനിമേഷൻ കളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഫക്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ആക്കാൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എൻഹാൻസ് വോയിസ് ആണ്. അതായത് നമ്മുടെ വോയിസിൻ്റെ നോയ്സ് കുറയ്ക്കാൻ പറ്റും എൻഹാൻസ് ചെയ്താൽ. ഓക്കെ, പിന്നെ ഐസൊലേറ്റ് ഉണ്ട്. അതൊക്കെ വേറെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് വോയിസ് പരമായിട്ട് ചെയ്യുന്ന ഓപ്ഷൻസാണ്. ഓക്കെ, പിന്നെ റിമൂവ് ബീജി ഉണ്ട്. പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഓട്ടോ ഫ്രെയിം, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. പിന്നെ അഡ്ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഫിൽറ്റേഴ്സ് ഞാൻ പറഞ്ഞിട്ടില്ലേ. സോ ഫിൽറ്റേഴ്സ് ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വീഡിയോയിൽ കുറച്ച് എഫക്റ്റ് വേണം. അതായത് കുറച്ച് തിളക്കം കൂടെ ഗ്ലോ ഒക്കെ ആവണം. ഓക്കെ, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അല്ലാതെ നമുക്ക് ഫിൽറ്റേഴ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ ക്ലിയർ ടു ആക്കിയിട്ടുണ്ട്. അതായത് കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എനിക്ക് വീഡിയോ കുറച്ച് ക്ലാരിറ്റി വേണം. അപ്പം ഞാൻ ക്ലിയർ ടു ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ എനിക്കിതാ വീഡിയോ ക്വാളിറ്റി കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഇത്രയും ഒരു ക്വാളിറ്റി, അതായത് ഇത് ക്ലിയർ ടു ആണ്. ഓക്കെ, ഞാൻ എന്താ പകുതി കട്ടാക്കി കാണിച്ചു തരാം. ക്ലിയർ ടു പോകുന്നതും ക്ലിയർ ടു വരുന്നത് കാണിച്ചല്ല. ഇത് ക്ലിയർ ടു ആണ്. പക്ഷേ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റില്ല, ക്വാളിറ്റി കുറഞ്ഞതും കൂടി കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് എഫക്റ്റാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് സംഭവം എന്താണൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പിന്നെ നമ്മൾ വരുന്നത് എന്താണ് നമ്മൾ ഫിൽറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ തന്നെ മെയിനായിട്ട് കവർ ആക്കിയിട്ടുള്ളത്. പിന്നെ ഓവർലേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റീപ്ലേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു വീഡിയോ ആണ്. ഓക്കെ, ഇതൊരു വീഡിയോ ആണ്. ഇത്രയും പാർട്ട് എനിക്ക് വേണ്ട. ഇത്രയും പാർട്ടിന് വരാം എനിക്കിവിടെ വേറൊരു വീഡിയോ ആഡാക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യണം എത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് റീപ്ലേസിലേക്കൊന്ന് പോകും. അവിടെ കാണാൻ പറ്റും റീപ്ലേസിന് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ആഡാക്കാനുള്ള വേറൊരു വീഡിയോ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ അതിന് വരുന്നത് ആ ഒരു സെക്ഷനിൽ ആ ഒരു വീഡിയോ വരുന്നത് ഈ ഒരു വീഡിയോ ആണ് ആഡാക്കിയിട്ടുള്ളത്. കാണാൻ പറ്റും. ഞാൻ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് റീപ്ലേസ് കൊടുത്ത് ആഡാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് റീപ്ലേസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് ബ്ലർ അതൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓഡിയോ എഫക്റ്റൊക്കെ നമ്മൾ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഓഡിയോ ഇട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതൊക്കെയാണുള്ള മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്ത് നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോ ആഡാക്കാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആനിമേഷൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ കാണാൻ പറ്റും നമ്മളെ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മളെ വീഡിയോ എങ്ങനെ വരണം. ഓക്കെ, ആനിമേഷൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻഡിങ് ആനിമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് വേറെ കുറച്ച് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതായത് നമ്മളിനി വോയിസിൻ്റെതാണ്. നമ്മൾ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് വോയിസിൽ കുറേ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് മൈക്കൊന്നും ഇല്ലാതെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മൈക്കിലാണ് ചെയ്യുന്നത്. സോ മൈക്കില്ലാതെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ വരും. സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു നോയ്സ് ഉണ്ട് ഇവിടെ കാണാൻ പറ്റും. എൻഹാൻസ് നോയ്സ് അവിടെ ക്ലിക്ക് ചെയ്യുന്ന ശേഷം എൻഹാൻസ് വോയിസ് ഓണായി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ആ ഒരു വോയിസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് പോകുന്നതായിരിക്കും. ഓക്കെ, ഫുൾ പോവില്ല, ഒരു 90 to 80% പോകുന്നതായിരിക്കും. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളെ വീഡിയോ ഡൺ ആയാൽ നിങ്ങൾക്ക് മണ്ടേ കാണാൻ പറ്റും. എനിക്ക് ഇവിടെ ക്വാളിറ്റി വരുന്നത് 720p ആണ്. ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ മൊബൈലിൽ കപ്പാസിറ്റി അനുസരിച്ചും കിട്ടുന്നത്. പക്ഷേ നമ്മുടെ മിക്കവരുടെ മൊബൈലിലും 1080p ആയിരിക്കും. സോ 1080p സെലക്ട് ചെയ്യുക. അതിന് ഫ്രെയിം റേറ്റ് ഒക്കെ നിങ്ങൾ 16 സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കോഡ് റേറ്റ് Mbps ഉണ്ട്. അവിടെ ഹൈ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് പക്ക ക്വാളിറ്റി കിട്ടുള്ളൂ. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് പക്ക ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഒരു 1080 അല്ലെങ്കിൽ 720 നിങ്ങൾക്ക് ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഫ്രെയിം റേറ്റ് ഒക്കെ ഒരു 60 കൊടുക്കുക. അതിനുശേഷം Mbps ഹൈയിൽ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എക്സ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ ഓടുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെ 100% ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഗാലറി കിടക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് പല രീതിക്ക് ചെയ്യാൻ പറ്റും. സോ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ആയതിനു ശേഷം ഇതിനെ പറഞ്ഞ എക്സ്പോർട്ടിംഗ് എന്നാണ്. ഓക്കെ, ഇതിനെ പറഞ്ഞ എക്സ്പോർട്ടിംഗ് എന്നാണ്. നമ്മൾ വീഡിയോ ആഡാക്കുന്നതിനെ പറയുന്നത് ഇമ്പോർട്ടിംഗ് എന്നാണ്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഷെയർ ഓപ്ഷൻ ഉണ്ട്. പല വാട്സപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഗാലറി പോകുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തമ്പനിലൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറയണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ എക്സ്ട്രാമൊക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. പിന്നെ നമ്മളതിൻ്റെ പാർട്ട് 2 ഉറപ്പായി ഇറക്കുന്നതായിരിക്കും. 2 ദിവസം തന്നെ ഇറക്കുന്നതായിരിക്കും. നമ്മൾ ഇനി പറയാം നമ്മൾ വോയിസിൻ്റെ കാര്യത്തിലാണ്. അതുപോലെ കുറച്ച് എഫക്റ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വീഡിയോ ഇങ്ങനെ അടിപൊളിയാക്കാൻ എഫക്റ്റൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിൽ മികച്ച അടുത്ത വീഡിയോക്ക് വീണ്ടും കാണാം. സീ യു ഫ്രണ്ട്സ്.
അപ്പൊ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു വീഡിയോ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യണം, എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, എങ്ങനെ ഡിലീറ്റ് ആക്കണം, എങ്ങനെ നമുക്ക് എന്താണ് എഡിറ്റ് ചെയ്യണം, അതൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. സോ സിമ്പിൾ ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നത്. സോ മനസ്സിലായ ഫ്രണ്ട്സ് കമന്റ് ആക്കുക, അതിലേക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആക്കേണ്ട മറക്കണ്ട. സോ ഓഫ് കോഴ്സ് നമ്മൾ പാർട്ട് 2 ഇടുന്നതായിരിക്കും. പാർട്ട് 2 കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ എഡിറ്റ്, അതായത് ഇന്ത്യയിലുള്ള വീഡിയോ നമ്മൾ എഡിറ്റ് തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വോയിസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഫാമിലി ജോയിൻ ചെയ്യാം. അപ്പൊ ഇതിൽ മികച്ച അടുത്തേക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്.